ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തരഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. അമ്മ ത്രേസ്യയുടെ ആഴമായ ആത്മീയ അനുഭവങ്ങളിലൂടെ നാം കടന്ന്, ഒന്നും രണ്ടും സദനങ്ങളിലൂടെ കടന്ന് ആഭ്യന്തരഹർമ്മ്യത്തിൻ്റെ മൂന്നാം സ്ഥാനത്തിൻ്റെ പടിവാതിക്കൽ നാം എത്തിയിരിക്കുകയാണ്. നമ്മുടെ കഴിവുകൊണ്ട്, മനുഷ്യൻ്റെ കഴിവുകൊണ്ട് മനുഷ്യനെത്താവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്, സദനമാണ് മൂന്നാം സദനം. നാലാം സദനം എന്ന് പറയുന്നത് ഒരു മാറ്റം, ഒരു ചേഞ്ച്, ഒരു ട്രാൻസിഷനാണ്. 5, 6, 7 പ്യുവർ മിസ്റ്റിസം, അതായത് മൗതിക പ്രാർത്ഥനയെക്കുറിച്ചാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് എത്താവുന്നതല്ല. ഇനി മൂന്നാം സ്ഥാനത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കഴിവുകൊണ്ട് എത്താവുന്ന ഏറ്റവും അവസാനത്തെ സ്ഥാനം എന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളിന്ന് വിചിന്തനത്തിനായിട്ട് 2 ആശയങ്ങൾ എടുക്കാം. ഒന്ന്, അവൾ പറയുകയാണ്, നിങ്ങളുടെ ഈ സമരത്തിലൂടെ എല്ലാം വിജയിച്ച് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, അവരെ മനസാക്ഷിയുടെ ഭദ്രതയിൽ തമ്പുരാൻ ഉറപ്പിക്കാതിരിക്കില്ല എന്ന്. വീണ്ടും ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ മനസാക്ഷിയുടെ ഭദ്രത എന്ന് പറഞ്ഞെങ്കിലും അത് ശരിയായൊരു വാക്കല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരംഭിച്ച വഴി ഉപേക്ഷിക്കാതിരിക്കുകയാണ് എന്നതാണെന്ന്. അതായത് പുണ്യജീവിതത്തെക്കുറിച്ച് നാം എടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നാം എടുത്ത തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങളെല്ലാം ഉപേക്ഷിക്കാതിരിക്കുകയാണ് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഇനി എന്താണ് ഈ മനസാക്ഷിയുടെ ഭദ്രത? അവൾ തന്നെ പറയുന്നു, ഞാനത് ഉപയോഗിക്കുമ്പോൾ അത് ശരിയായൊരു പദമല്ല. കാരണം അവൾ പറയുന്നു, ഈ ലോകത്ത് നമുക്ക് ഒരിക്കലും ഭദ്രത അനുഭവിക്കാൻ സാധിക്കില്ല. ഇവിടെ ഭദ്രതയില്ല. ഇവിടെ ഭദ്രതയില്ല എന്ന് അവൾ പറയുമ്പോൾ അത് സാമൂഹ്യ ഭദ്രതയല്ല, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയല്ല, രാഷ്ട്രീയ ഭദ്രതയല്ല. പിന്നെയോ ഇവിടെ ഭദ്രത എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പാപം ചെയ്യുവാനുള്ള ഒരു പ്രവണതയുണ്ട്. നമ്മുടെ ആത്മാവ് പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ശക്തമായ പ്രലോഭനങ്ങൾ നമ്മളെ അലട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദുഃഖവും അസമാധാനവും എല്ലാം ഉണ്ടാകും. പാപമാണ് നമ്മളെ വേദനയിലേക്കും അസമാധാനത്തിലേക്കും എല്ലാം നയിക്കുന്നത്, അല്ലാതെ സാമ്പത്തിക പരാധീനതയോ രോഗങ്ങളോ ഒന്നുമല്ല, പാപമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാപം ചെയ്യാനുള്ള പ്രവണതയുണ്ടാകുമെന്ന്. നീതിമാൻ പോലും 7 പ്രാവശ്യം വീഴുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീണു പോകാം. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, ഈ ലോക ജീവിതത്തിൽ ഭദ്രതയില്ല. അപ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ആ പ്രലോഭനത്തിനെതിരായിട്ട് ശക്തമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഒരു കാര്യം. ഇനി അടുത്ത മറ്റൊരു ആശയം നാം ചിന്തിക്കുന്നത്, അവൾ പറയുന്നു, നമ്മൾ തമ്പുരാന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം വർദ്ധിപ്പിക്കുകയും വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കുകയും ചെയ്യണമെങ്കിൽ അതിന് വിഘ്നമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കണം. അതായത് ഈ മൂന്നാം സദനം എന്ന് പറയുന്നത് ആത്മപരിത്യാഗത്തിൻ്റെ സദനമാണെന്ന് നമുക്ക് കഴിഞ്ഞു. എന്താണ് ഈ ആത്മപരിത്യാഗം എന്ന് പറയുന്നത്? അതാണ് അമ്മ ത്രേസ്യ പറയുന്നത്. നമുക്ക് തമ്പുരാന് നേടുവാനുള്ള ആഗ്രഹം, വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിന് വിഘ്നമായിട്ട്, അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിന് എല്ലാം ഉപേക്ഷിക്കുക. അതാണ് അവൾ പറയുന്ന ആ ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. നമുക്ക് തീവ്രമായൊരു ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ തമ്പുരാനെ നേടാൻ സാധിക്കുകയുള്ളൂ. അമ്മ ത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ 7-ാം വയസ്സിൽ അവളെടുത്തൊരു തീരുമാനമാണ്. അതായത് തീരുമാനമല്ല, അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് ദൈവത്തെ കാണണം. തീവ്രമായൊരാഗ്രഹം, എനിക്ക് ദൈവത്തെ കാണണം. 7 വയസ്സ് കുഞ്ഞായിരുന്നപ്പോൾ. അപ്പോൾ അന്ന് മുതലുള്ള ആ ആഗ്രഹമാണ് പിന്നീട് അവളെ വലിയ ആ മൗതിക അനുഭവത്തിലേക്കൊക്കെ നയിച്ചത്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, തമ്പുരാനെ നേടണം, വിശുദ്ധിയുടെ പാതയിൽ നടക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമുക്കിന്ന് പ്രധാനമായിട്ടും നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഈ ആത്മീയ പാതയിലൂടെ പോകുമ്പോൾ മൂന്നാം സ്ഥാനത്തിൽ അമ്മ ത്രേസ്യ വളരെ ശക്തമായിട്ട് പറയുന്ന ഒന്ന്, ഈ ലോകത്തിൽ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രലോഭനം എന്ന് പറയുന്നത് അത്ര ശക്തമാണ്. അതുകൊണ്ട് അതിനെ അതിജീവിക്കുവാനായിട്ട് പ്രാർത്ഥനയും പ്രായശ്ചിത്ത പ്രവൃത്തികളെല്ലാം വഴി നാം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് മനസാക്ഷിയുടെ ഭദ്രത, അതായത് പാപത്തിൽ വീഴാതിരിക്കാനുള്ള ആ ആഴമായിട്ടുള്ള, അതിനുവേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇനി രണ്ടാമത്, ആ തമ്പുരാനെ നേടുവാനും വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനും
തമ്പുരാനെ നേടുവാനായിട്ടുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ആദ്യം പറഞ്ഞ ഈ പ്രലോഭനങ്ങളെല്ലാം നമ്മളെ അങ്ങ് പിടിച്ചു വലിക്കും. ഈ തിന്മയുടെ ശക്തി എന്ന് പറയുന്നത് വളരെ വലിയ ശക്തിയാണ്. നമുക്കതിനെ അതിജീവിക്കണമെങ്കിൽ ശക്തമായ പ്രാർത്ഥനയും നിശ്ചയദാർഢ്യവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ തമ്പുരാനെ നേടണമെന്നുള്ള ആദിയായ ആഗ്രഹം അമ്മ ത്രേസ്യയെ പോലെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ഐ വാണ്ട് ടു ഗെയിൻ ലോർഡ്സ്. ആ ആഗ്രഹം തീവ്രമായിട്ട് ഉള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ അമ്മ ത്രേസ്യയ്ക്കും ഐ വാണ്ട് ടു സീ ഗോഡ്, എനിക്ക് ദൈവത്തെ കാണണം. അങ്ങനെ തീവ്രമായൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.